ആമച്ചേട്ടന് തിരക്കാണോ? ഇല്ലില്ല. എന്താ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ആദ്യമായിട്ടാ, ഒരാളെ അന്വേഷിച്ചു വന്നതാ. ആഹാ, അതിനെന്താ? ആരെയാ അന്വേഷിക്കുന്നേ? എനിക്കറിയില്ലെങ്കിൽ ചേട്ടൻ അറിയായിരിക്കും അല്ലേ? അത് ശരിയാ. ആരെ കുറിച്ച് അറിയണ്ടേ? കാത്തു കാത്തൂന്ന് പറഞ്ഞ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കാത്തുവോ? അങ്ങനെ ആരും ഇവിടെ ഇല്ലല്ലോ അല്ലേ? അതാ പൂച്ച. ശരിയാ, ഞാനേ അത് ഓർത്തില്ല. അതൊരു ഭയങ്കരം കണ്ടം പൂച്ചയാ. ഇവിടൊന്നും അങ്ങനെ വരാറേ ഇല്ല. എന്താ കാര്യം? വലിയ ഉപകാരം. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ, ഒരു ചെറിയ കാര്യമുണ്ട്. എന്തിനാ വല്ലവരോടൊക്കെ ഇങ്ങനെ കള്ളം പറയുന്നത്? പതുക്കെ. ഈ കുറുക്കനാണ് കുഞ്ഞുങ്ങളെ തപ്പി ഇറങ്ങിയിരിക്കുന്ന ആളെന്നൊരു സംശയം. അമ്മയ്ക്ക് എന്നെ പുറത്തുവിടാൻ വലിയ മടിയായിരുന്നു. കുഞ്ഞുങ്ങളെ തിരക്കി ആരോ ഇറങ്ങിയിട്ടുണ്ടെന്ന് അമ്മ എവിടുന്നോ കേട്ടിരിക്കുന്നു. അതാരായി ഭീകരൻ? കൊക്കമ്മാവനായിരുന്നോ? എന്താ ഇത് വഴി? കാത്തു, ആദ്യം നീ പറ, എന്താ ഈ വഴി? അത് ഞങ്ങള് കളിക്കുമായിരുന്നു. കളിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അത് വീട്ടുമുറ്റത്ത് പോരെ? അത് ഞങ്ങള് കളിച്ചിങ്ങ് എത്തിയെന്നേ ഉള്ളൂ. എന്നാലേ കളിച്ചത് മതി. ഞാൻ ഇന്നലെ കാത്തുവിനോട് പറഞ്ഞതല്ലേ, കുഞ്ഞുങ്ങളെ തിരക്കി ആരോ ഇറങ്ങി നടക്കുന്നുണ്ടെന്ന്. നിങ്ങൾ ഏതായാലും എളുപ്പം വീട്ടിലേക്ക് വിട്ടോ. കളിയൊക്കെ അവിടെ മതി. ശരി കൊക്കമ്മാവ, ഞങ്ങള് പോവാ. എളുപ്പം പോണേ, വഴിയിലെങ്ങി ഇനി നിക്കണ്ട. ആരെ കുറിച്ചാ കൊക്കമ്മാവൻ പറഞ്ഞേ? അവര് നമ്മളെ എങ്ങാനും പിടിച്ചോണ്ട് പോകോ? അങ്ങനെ പേടിച്ചാ നമുക്ക് കുഞ്ഞൂസിനെ അമ്മയുടെ അടുത്ത് എത്തിക്കാൻ പറ്റുമോ? അത് ശരിയാ, നമുക്ക് മുന്നോട്ട് തന്നെ പോകാം കുഞ്ഞൂസേ. കാത്തു, ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഒരു വഴക്കുമില്ല. സത്യം, അന്ന് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാ. ആ കുഞ്ഞിനെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാ. ശരിക്കും ഞങ്ങളെ മുട്ട പൊട്ടിച്ചാലിന് ഞങ്ങൾക്ക് മനസ്സിലായി, ഒരു കള്ളിക്കൂല. അതെ, നിങ്ങളെ കാര്യം അറിയാതെ ഉപദ്രവിച്ചതിന് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കേ. ആ കുഞ്ഞെവിടെ? അവന്റെ അമ്മയെ അവനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അവന്റെ അമ്മയെ നിങ്ങൾ കണ്ടോ? ശരിക്കും കുഞ്ഞൂസിന്റെ അമ്മ എവിടെയുണ്ട്? ഞങ്ങൾ തിരക്കി നടക്കുമായിരുന്നു. ഞങ്ങൾ കണ്ടത് തോടിനടുത്തുള്ള ആൽമരത്തിന്റെ കീഴിലാണ്. നിങ്ങൾ എന്തായാലും ഈ വഴി ഒന്ന് പോയി നോക്കും. ഇത് പറഞ്ഞു തന്നതിന് നിങ്ങളോട് ഒത്തിരി നന്ദിയുണ്ട്. അവന്റെ അമ്മയെ ഞങ്ങൾ ഇനി എങ്ങനെ ആയാലും കണ്ടെത്തിക്കോളാം. എന്താ അത്ര സന്തോഷം? കുഞ്ഞൂസിന്റെ അമ്മയെ കണ്ടോ? കണ്ടില്ല, പക്ഷെ അവന്റെ അമ്മ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. വാ നമുക്ക് അങ്ങോട്ട് പോകാം. കുഞ്ഞൂസേ, നീ വിഷമിക്കാതെ. അമ്മ ഇതിനടുത്ത് എവിടെയെങ്കിലും കാണും. നമുക്ക് കണ്ടുപിടിക്കാം. കാത്തു, നമ്മള് വന്ന വഴിയല്ല ശരിയാ. കുഞ്ഞൂസിന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെന്ന് മനസ്സിലായില്ലേ? വഴിയെല്ലാം ശരി തന്നെയാ,
പക്ഷെ അത് ഈ കണ്ടനെടുത്തെത്താനുള്ള വഴിയാണെന്ന് മാത്രം. അയ്യോ എന്റെ കുഞ്ഞൂസ്, എന്തിനാ അവനെ പിടിക്കുന്നേ? അവൻ അമ്മയെ കാണാതെ വിഷമിച്ചിരിക്കുവാ. അയ്യോ, അമ്മയെ പുലി പിടിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? കണ്ടനെ പറ്റിച്ചങ്ങ് കടന്നു കളയാമെന്ന് വിചാരിച്ചോ? പുഷ്പം പോലെ എന്റെ കയ്യിൽ കിട്ടിയ എലികളെയാ നിങ്ങൾ തട്ടിത്തെറിപ്പിച്ചത്. ഞങ്ങൾക്ക് അവനെ അവന്റെ അമ്മയെ ഏൽപ്പിക്കാനാ. ശരി, ഇവനെ തന്നേക്കാം. പകരം നിങ്ങൾ പോയി ആ എലികളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവാ. എന്താ? അയ്യോ അതെങ്ങനെ? അങ്ങനെ പറയല്ലേ. പറഞ്ഞു കേട്ടില്ലേ? എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് പോയി കൊണ്ടുപോവാ എലികളെ. ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ ശരിയാക്കി കളയും. കണ്ടനെ അറിയാവല്ലോ. അയ്യോ എങ്ങനായാലും നമുക്ക് കുഞ്ഞൂസിനെ രക്ഷിച്ചേ പറ്റൂ. കണ്ടൻ ഓടിക്കാൻ എന്തെങ്കിലും സൂത്രം കണ്ടെത്തണം. നമുക്ക് തിരികെ പോയി അച്ഛനോടും അമ്മയോടും പറഞ്ഞാലോ? അത് ശരിയാ, പക്ഷെ ഒരു വഴക്കു പറയില്ലേ? അല്ലെങ്കിൽ കുഞ്ഞൂസിന്റെ അമ്മയെ നമുക്ക് കണ്ടുപിടിച്ച് കൊണ്ടുവന്നാലോ? പക്ഷെ നമുക്ക് അതിനുള്ള സമയമുണ്ടോ? ആ അയ്യോ അമ്മേ, വേദനിക്കുന്നു. ഇത് പോകുന്നില്ലല്ലോ. ആ അയ്യോ, രക്ഷപ്പെട്ടു. എന്തൊരു നീറ്റലായിരുന്നു. വെറുതെ അല്ല, ആ മുകളിലെ വള്ളിയിൽ കണ്ടോ ഒരു വലിയ നീറും കൂട്. കാത്തു, ഈ ഉറുമ്പ് കണ്ടന്റെ തലയിലായിരുന്നു വീഴേണ്ടിയിരുന്നതല്ലേ? ഒരു ഉറുമ്പല്ല, മൊത്തം ഉറുമ്പ് വീഴണമായിരുന്നു. അത് കൊള്ളാലോ. നല്ലൊരാടിനെ കിട്ടിയ ദാനമായി. ആടിനെ തോളത്തിരുത്തിട്ട് മൂപ്പിന്ന് ആനന്ദമോടങ്ങ് യാത്രയായി, ആനന്ദമോടങ്ങ് യാത്രയായി. കഥ കഥ നാട്ടിലെ നമ്പൂരി അച്ഛനൊരാടിനെ കിട്ടിയ ദാനമായി, നല്ലൊരാടിനെ കിട്ടിയ ദാനമായി. ചത്ത പശുവിനെ തോളിൽ ചുമന്നുകൊണ്ടെങ്ങു പോണ്, തോളിലിരുപ്പത് ചത്ത പശുവെന്നു തിരുമേനി വല്ലാതെ അമ്പരന്നു. കഥ കഥ നാട്ടിലെ നമ്പൂരി അച്ഛനൊരാടിനെ കിട്ടിയ ദാനമായി, നല്ലൊരാടിനെ കിട്ടിയ ദാനമായി. പിന്നെയും പോകവേ മൂന്നാമനെത്തിട്ട് മൂക്കി
തവള. അയ്യോ, എന്നെ രക്ഷിക്കണേ. നീ ഇങ്ങനെ ഇതിനുള്ളിൽ പെട്ടു? ഞാൻ ഈ കിണറ്റിലെ തവളയാണ്. ആരോ വെള്ളം കോരിയപ്പോ ഞാനിതിനുള്ളിലായിപ്പോയി. എന്നെ രക്ഷിക്കൂ. വിഷമിക്കേണ്ട, നിന്നെ ഞാൻ രക്ഷിക്കാം. വളരെ ഉപകാരം. എന്റെ ജീവൻ നീ രക്ഷിച്ചു. നീ എന്റെ കൂടെ വരുന്നോ? നിനക്ക് ഞാൻ എന്റെ കൂട്ടുകാരെ ഒക്കെ കാട്ടിത്തരാം. അയ്യോ, എനിക്ക് തിരികെ പോകണം. നമുക്ക് ഉടനെ തിരിച്ചെത്താം. എന്താ? എന്നാ ശരി, ഞാനും വരാം. ഹായ്, എത്ര നല്ല കുളം. ഈ കുളത്തിൽ ധാരാളം മീനുകളും പിന്നെ തവളകളുമുണ്ട്. എല്ലാരും എന്റെ ചെങ്ങാതിമാരാ. ആണോ? ചെങ്ങാതി, നിന്റെ കിണറ്റിൽ മീനുകളുണ്ടോ? ഇല്ല. വാ, നിനക്ക് ഞാൻ മീനുകളെ കാട്ടിത്തരാം. ഓടിവാ, ഓടിവാ. അയ്യേ, ഇവ മീനുകളല്ല, വാൽമാക്രികളാണ്. വാൽമാക്രിയോ? അതെന്ത് ജീവി? നിനക്ക് തെറ്റിയതാ. ഇവ മീനുകൾ തന്നെ. അല്ല അല്ല, ഇവ വാൽമാക്രികൾ തന്നെ. അല്ല അല്ല അല്ല. പൂപ്പി, നിന്റെ ചങ്ങാതി പറയുന്നത് സത്യമാണ്. അവ വാൽമാക്രികൾ തന്നെയാ. ഞാനാ അവരുടെ അമ്മ. ആണോ? പൂപ്പിക്കുട്ടാ, ഞാൻ ആദ്യം ഈ വെള്ളത്തിന് മുകളിൽ മുട്ടയിടും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മുട്ടയിൽ നിന്നും കുഞ്ഞു വാൽമാക്രികൾ ഉണ്ടാവും. പിന്നെ അവയ്ക്ക് കാലുകൾ മുളയ്ക്കും. എന്നിട്ട് വാൽമാക്രിയുടെ വാൽ ചെറുതായി ചെറുതായി വലിയ തവളയായി മാറും. ഹായ്. പിന്നീട് തവളകളുടെ ജീവിതം കരയിലാണ്. ഇടയ്ക്ക് നീന്താനും മുട്ടയിടാനും വെള്ളത്തിലേക്ക് തിരിച്ചു വരും. എന്താ, കഥ ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ട് തവളയമ്മേ. നിന്റെ ഈ ചങ്ങാതി എവിടുന്നാ വന്നത്? മുൻപ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ അടുത്തുള്ള കിണറ്റിലെയാ, കുളം കാണാൻ വന്നതാ. മഴ വരുന്നു. ഇനി ഇവിടെ ഉത്സവമാണ്. നിങ്ങളും കൂടിക്കോ. ഹായ്, എന്ത് രസം. എനിക്ക് അവരോടൊപ്പം കളിക്കാൻ തോന്നുന്നു. ഏയ്, ഞങ്ങളോടൊപ്പം കൂടുന്നോ? എനിക്കും അവരോടൊപ്പം നീന്തി കളിക്കാൻ ഒരു മോഹം. ശരി, ഞാൻ ഇവിടെ ഇരിക്കാം. നീ പോയി നീന്തിയിട്ട് വാ. വൈകരുത്. ഹായ്, എന്ത് രസം. എന്റെ പൊട്ടക്കിണറ്റിൽ ഇതൊന്നും ഇല്ല. എന്റെ ചങ്ങാതി അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ഇപ്പൊ വരാം. ചെങ്ങാതി, ചെങ്ങാതി, ചെങ്ങാതി മാറിക്കോ. നീർക്കോലി നിന്നെ പിടിക്കാം. അയ്യോ, കഷ്ടം, എന്റെ ചെങ്ങാതി നീർക്കോലി പിടിച്ചോ ആവും. പൂപ്പി. നിനക്ക് എന്തെങ്കിലും പറ്റിയോ ചെങ്ങാതി? ഇല്ല പൂപ്പി, നീയും ഈ രണ്ട് കൂട്ടുകാരുമാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. ഇവരെന്നെ ഒരു ചെടിയുടെ ഇടയിൽ ഒളിപ്പിച്ചു. ഭാഗ്യം, നീർക്കോലി എന്നെ പിടിച്ചില്ല. അതെയോ? നിനക്ക് തിരിച്ചു പോകണ്ടേ? നിന്നെയും ഈ നല്ല കൂട്ടുകാരെയും വിട്ടിട്ട് ഞാനിനി ഒരിടത്തും പോകുന്നില്ല. ഹായ്, എനിക്ക് സന്തോഷമായി. ഞാൻ വെറും ഒരു പൊട്ടക്കിണറ്റിലെ തവളയായിരുന്നു. നീയാണ് എനിക്ക് ഈ വിശാലമായ ലോകം കാട്ടിത്തന്നത്. വളരെ വളരെ നന്ദി.
വെള്ളരിക്ക പട്ടണത്തിലൊരിടത്ത് ചിത്രാംഗതൻ എന്നൊരു നെയ്ത്തുകാരനും കുടുംബവും താമസിച്ചിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും അതിൽ നിന്നും കിട്ടുന്നത് കൊണ്ട് അന്നുള്ള കാര്യങ്ങൾക്ക് തന്നെ അവർക്ക് തികയില്ലായിരുന്നു. വേനലിലും ക്ഷാമത്തിലും ജനങ്ങൾ വല്ലാതെ പൊറുതിമുട്ടി. എന്നാൽ രാജ്യം ഭരിച്ചിരുന്ന ആഡംബരപ്രിയനും ധൂർത്തനുമായ ശുംഭക മഹാരാജാവാകട്ടെ പ്രജകളുടെ ക്ഷേമമൊന്നും ശ്രദ്ധിച്ചില്ല. മാത്രമല്ല, തന്റെ ആർഭാടങ്ങളിൽ ഒരു കുറവും വരുത്തിയതുമില്ല. ഒരു ദിവസം രാജാവ് ഒരു വിളംബരം നടത്തി. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പട്ടുവസ്ത്രം നെയ്തു തരുന്നയാൾക്ക് 1000 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകും. പേരും പ്രശസ്തിയും സമ്പത്തും ഒക്കെ മോഹിച്ച് ധാരാളം നെയ്ത്തുകാർ ആ രാജ്യത്തെത്തി. പക്ഷേ ആർക്കും രാജാവിനെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല. നെയ്ത്തിൽ മിടുക്കനായിരുന്നെങ്കിലും ഈ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ധൈര്യമൊന്നും ചിത്രാംഗതനില്ലായിരുന്നു. എന്നാൽ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കൂടിക്കൂടി വന്നപ്പോൾ അയാൾ ഒരു തീരുമാനത്തിലെത്തി. എത്ര നല്ല പട്ട് നെയ്താലും രാജാവിനെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. ഈ രാജാവിനെ ഒരു പാഠം പഠിപ്പിക്കണം. ഇയാളുടെ ആർഭാടത്തിന് ഒരറുതി വരുത്തണം. ഒരു ദിവസം നല്ല വസ്ത്രങ്ങളൊക്കെ ഉടുത്ത് ഒരുങ്ങിച്ചമഞ്ഞ് ഒരു വലിയ നെയ്ത്തുകാരന്റെ വേഷത്തിൽ ചിത്രാംഗതൻ രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ ഒരു മരച്ചുവട്ടിൽ വിശന്നു തളർന്നിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ കണ്ട് ചിത്രാംഗതന്റെ മനസ്സലിഞ്ഞു. തന്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണപ്പൊതി അയാൾ അവന് നീട്ടി. എന്താ കുട്ടിയുടെ പേര്? വീരു. മടിച്ചാണെങ്കിലും അവൻ അത് വാങ്ങി. പിന്നീട് ഒന്നും മിണ്ടാതെ എങ്ങോട്ടോ ഓടി മറഞ്ഞു. കൊട്ടാരത്തിലെത്തിയ ചിത്രാംഗതൻ മന്ത്രിയെ മുഖം കാണിച്ചു. ഞാൻ ചിത്രാംഗതൻ, അയൽ രാജ്യത്തെ ഏറ്റവും വലിയ നെയ്ത്തുകാരനാണ്. വളരെ വിശേഷപ്പെട്ട ഒരു പട്ടുചേലയാണ് ഞാനും എന്റെ നെയ്ത്തുകാരും മഹാരാജാവിന് വേണ്ടി നെയ്യുന്നത്. ഏകദേശം 100ഓളം നെയ്ത്തുകാരുണ്ട്. വസ്ത്രം നെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ മാസം 3 അത്രയ്ക്കും വിശേഷപ്പെട്ട പട്ടുചേലയോ? മഹാരാജാവിനെ വിവരമറിയിക്കുന്നതിന് മുൻപ് എനിക്ക് ആ പട്ട് നേരിട്ടൊന്ന് കാണണം. അതിനെന്താ പ്രഭു, ഇപ്പോൾ തന്നെ കാണാമല്ലോ. ചിത്രാംഗതൻ മന്ത്രിയെ കൂട്ടി താൻ ഇതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന നെയ്ത്തുശാലയിലെത്തി. വന്നാലും 100ഓളം നെയ്ത്തുകാർ വസ്ത്രം നെയ്യുന്നത് കണ്ട് മന്ത്രി അത്ഭുതപ്പെട്ടു. പ്രഭു, കണ്ടില്ലേ അതിലെ സ്വർണ്ണക്കസവ് ഞൊറികൾ? ആ പട്ടുചേലയുടെ അറ്റത്തെ കുഞ്ചലങ്ങളിൽ കാണുന്നത് അമൂല്യമായ രത്നങ്ങളാണ്. ചിത്രാംഗതൻ പട്ടുചേലയെക്കുറിച്ച് നിർത്താതെ സംസാരിച്ചു തുടങ്ങി. ഈ പട്ടുചേലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ കസവോ രത്നങ്ങളോ ഒന്നുമല്ല. ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഈ പട്ടുചേല കാണാൻ പറ്റൂ. ബുദ്ധിയില്ലാത്തവരുടെ കാഴ്ചയിൽ നിന്നും ഇത് മറഞ്ഞിരിക്കും. ചിത്രാംഗത, ഇതിലെ രത്നങ്ങളുടെ പ്രഭ കണ്ട് എന്റെ കണ്ണ് മഞ്ഞളിക്കുന്നു. നിങ്ങൾക്ക് 1000 10,000 സ്വർണ്ണ നാണയങ്ങൾ തരാൻ നാം മഹാരാജാവിനോട് പറയും. ഇത്രയും വിശേഷപ്പെട്ട ചേലയോ? അതേ പ്രഭു. മാത്രമല്ല, ബുദ്ധിയുള്ളവർക്കേ അത് കാണാനും പറ്റൂ. അതേതായാലും നന്നായി. നമ്മുടെ രാജ്യത്ത് എത്ര ബുദ്ധിമാന്മാരുണ്ടെന്ന് ചേലയുടുത്താൽ അറിയാൻ കഴിയുമല്ലോ. ഏതായാലും ചേല മുഴുവനായി പോയി കാണാമല്ലേ? അങ്ങയുടെ ഇഷ്ടം പോലെ. പക്ഷേ പട്ടുചേലയെ കുറിച്ച് ഓർത്ത് രാജാവിന് ഇരു കുറയ്ക്കാൻ വയ്യാതെയായി. പരിവാരങ്ങളെയും കൂട്ടി രാജാവ് പട്ടുചേല നെയ്യുന്നത് കാണാൻ നേരിട്ടെത്തി. പട്ടുചേല എവിടെ? രാജാവ് സൂക്ഷിച്ചു നോക്കി. എന്തോ ഒരു പന്തികേട്. മഹാരാജൻ സ്വർണ്ണക്കസവ് നൂലുകൾ നോക്കുകയാകും. അതെ, തീരെ നേർത്തതായി പോയോന്നൊരു സംശയം. പക്ഷെ രത്നങ്ങൾ കേമമായിരിക്കുന്നു. രാജാവ് മന്ത്രിയെ കടത്തിവെട്ടി. ഏതായാലും ഒരു നല്ല ദിവസം തന്നെ തിരുമേനി ഇത് ഉടുക്കണം.
എന്നാൽ നമ്മുടെ പിറന്നാളിന് തന്നെ ആയിക്കോട്ടെ. രാജവീതിയിലൂടെ ഒരു ഘോഷയാത്രയും ആകാം. എന്താ? അങ്ങനെ രാജാവിന്റെ പിറന്നാൾ ദിനമായി. ചിത്രാംഗദനും നെയ്ത്തുകാരും മണിക്കൂറുകളെടുത്ത് രാജാവിനെ പട്ടുചേല ഉടുപ്പിച്ചു. മന്ത്രിയും പരിവാരങ്ങളും സ്തുതിപാഠകരും രാജാവിന്റെ പുതുവസ്ത്രത്തെ വാഴ്ത്തിപ്പാടി. പ്രശംസയിൽ മതിമറന്ന രാജാവ് ചിത്രാംഗദന് സമ്മാനമായി 10,000 സ്വർണ്ണ നാണയങ്ങളും നൽകി. വിശേഷപ്പെട്ട പട്ടുചേല ഉടുത്തെത്തിയ രാജാവിനെ കണ്ട് പ്രജകൾ കണ്ണു തിരുമി പലവട്ടം നോക്കി. പക്ഷെ ബുദ്ധിയില്ലെന്ന് സമ്മതിക്കാൻ ആരും തയ്യാറായില്ല. രാജാവിന്റെ പട്ടുചേലയെ അവർ വാനോളം പുകഴ്ത്തി. അങ്ങനെ പ്രശംസകൾ ഏറ്റുവാങ്ങി ഘോഷയാത്ര നീങ്ങിയപ്പോൾ ഒരു കൊച്ചുകുട്ടി വിളിച്ചു കൂവി, രാജാവ് തുണി ഉടുത്തിട്ടില്ലേ? ജനങ്ങൾ അമ്പരന്നു. ആ കൊച്ചുകുട്ടി മറ്റാരുമല്ല, വീരുവായിരുന്നു. രാജാവ് തുണി ഉടുത്തിട്ടില്ലേ? വീരു വീണ്ടും വിളിച്ചു കൂവി. ജനങ്ങൾ അടക്കം പറഞ്ഞു, രാജാവ് തുണി ഉടുത്തിട്ടില്ല. രാജാവ് നഗ്നനാണ്. രാജാവ് തുണി ഉടുത്തിട്ടില്ലേ? ജനങ്ങൾ ഏറ്റു വിളിച്ചു. ഘോഷയാത്ര അലങ്കോലപ്പെട്ടു. അതിന് കാരണക്കാരനായ കൊച്ചുകുട്ടിയെ അന്വേഷിച്ച് ഭടന്മാർ 4 പാടും പാഞ്ഞു. തന്റെ സൗഭാഗ്യത്തിന്റെ യഥാർത്ഥ കാരണം വീരുവാണെന്ന് ഉറച്ചു വിശ്വസിച്ച ചിത്രാംഗദനും വീരുവിനെ അന്വേഷിച്ച് നടന്നു. പക്ഷേ വീരുവിന്റെ പൊടി പോലും ആർക്കും കിട്ടിയില്ല. കുത്തണ കാട്ടിലെന്തൊരു മേളാങ്കം, നട്ടരും വന്നു വീട്ടരും വന്നു, കേട്ടോരൊക്കെ വരുന്നു വന്നു. കട്ടെറുമ്പിന് കാത് കുത്തണ കാട്ടിലെന്തൊരു മേളാങ്കം, നട്ടരും വന്നു വീട്ടരും വന്നു, കേട്ടോരൊക്കെ വരുന്നു വന്നു. അരിയുമായി ചുണ്ടലി വന്നു ചുണ്ടലി വന്നു ചുണ്ടലി വന്നു, വിറകുമായി കട്ടന വന്നു കട്ടന വന്നു കട്ടന വന്നു, പച്ചു വിളമ്പാൻ ഇച്ചയും വന്നു ഇച്ചയും വന്നു ഇച്ചയും വന്നു, വേവു നോക്കാൻ പൂച്ചയും വന്നു പൂച്ചയും വന്നു പൂച്ചയും വന്നു, പരിപ്പ് വച്ചു പായസം വച്ചു പായസം വച്ചു, പച്ചടി കിച്ചടി വേറെയും വച്ചു. പരിപ്പ് വച്ചു പായസം വച്ചു, പച്ചടി കിച്ചടി വേറെയും വച്ചു. നാട്ടരുമുണ്ടോ വീട്ടരുമുണ്ടോ കൂട്ടരുമുണ്ടോ കുട്ടികളുമുണ്ടോ, എനിക്ക് മാത്രം കിട്ടിയില്ല എനിക്ക് മാത്രം കിട്ടിയില്ല. കട്ടെറുമ്പിന് കാത് കുത്തണ കാട്ടിലെന്തൊരു മേളാങ്കം, നട്ടരും വന്നു വീട്ടരും വന്നു, കേട്ടോരൊക്കെ വരുന്നു വന്നു. എന്നെ ഉറങ്ങാൻ കൂടി സമ്മതിക്കില്ല. എന്താ കോഴിയമ്മേ, എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? ഞാനൊരു മുട്ടയിട്ടു. അത് ഇത്ര വലിയ കാര്യമാണോ? നല്ല തമാശ. മുട്ടയിടാതെ എങ്ങനെയാണ് കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്? മുട്ടയിട്ടാണോ അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്? നിനക്കിതൊന്നും അറിയില്ലേ? മുട്ട വിരിഞ്ഞാണ്
കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഞാനും മുട്ട വിരിഞ്ഞാണോ ഉണ്ടായത്? മണ്ടൻ, നിന്നെ നിന്റെ അമ്മ പ്രസവിച്ചതാണ്. ഞങ്ങൾ പക്ഷികൾ മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുക. അതെയോ? ഞാനിവിടെ ഇരിക്കാം. കുഞ്ഞ് വിരിയുമ്പോൾ എനിക്കും കാണാമല്ലോ. ഇതിപ്പോഴൊന്നും വിരിയില്ല. ഞാനിനി ഇതുപോലെ 4 മുട്ടകൾ കൂടിയിടും. 2 എണ്ണം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുട്ടകളുടെ പുറത്ത് ഞാൻ അടയിരിക്കും. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ വരും. ഹായ്, കുഞ്ഞുങ്ങളെ കാണാൻ നല്ല ചന്തമായിരിക്കും അല്ലേ? ഏയ്, എന്താ നിനക്ക് വേണ്ടത്? ഞാൻ മുട്ടയൊന്ന് നോക്കുമായിരുന്നു, ഒന്ന് കാണാൻ. വേണ്ട വേണ്ട, ആ കുസൃതിയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഹോ, ഒരു കുറുമ്പുകാരി. എനിക്ക് മുട്ടയും കാണണ്ട, കുഞ്ഞിനെയും കാണണ്ട. ഹായ്, എന്തു ചന്തമായിരിക്കും അവയെ കാണാൻ. അവയോട് കളിക്കാൻ കോഴിയമ്മ സമ്മതിക്കുമോ ആവോ? ഹായ്, കുരുവികളാണെന്ന് തോന്നുന്നു. നോക്കിയാലോ? കുരുവികളെ ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ, ശബ്ദം കോഴിക്കൂടിനടുത്ത് നിന്നാണല്ലോ. ഹായ് കുഞ്ഞുങ്ങൾ. പേടിക്കണ്ട, കുഞ്ഞുങ്ങളെ വന്ന് നോക്കിക്കോളൂ. പേടിക്കണ്ട മക്കളെ, പൂപ്പി നിങ്ങളൊന്നും ചെയ്യില്ല. അപ്പൊ കോഴിയമ്മേ, എനിക്കൊരു സംശയം. കോഴിയമ്മയും ഇതുപോലെ മുട്ട വിരിഞ്ഞല്ലേ വന്നത്? അതെ, എന്താ സംശയം? അപ്പൊ മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്?